ഇംപ്ലിമെൻറ്റിംഗ് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. അതിന് വേണ്ടിയിട്ട് 2 സബ് ഹെഡിങ്സാണുള്ളത്. ഒന്ന് ഫയൽ സിസ്റ്റം സ്ട്രക്ചർ, 2 ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനും. ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് പാർട്ടീഷൻ ഡിവൈഡ് ചെയ്തും ആവശ്യമുള്ള ഫയൽ സിസ്റ്റത്തിനെ മൗണ്ട് ചെയ്തും പിന്നെ വെർച്വൽ ഫയൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. എന്താണെങ്കിലും ഫയൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടുള്ള സ്റ്റോറേജ് ആക്സസിനെയും തിരിച്ച് ആ പറയുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ഫയൽ സിസ്റ്റമാണ്. ഫയൽ സിസ്റ്റം പെർമനൻ്റ്ലി ആയിട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലാണ് ഉള്ളത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഹാർഡ് ഡിസ്ക്. ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഫയൽ സിസ്റ്റത്തിലുള്ള ഫയൽസിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഡിസ്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള സ്പേസുകൾ റിക്കവർ ചെയ്യുക, ഏത് ലൊക്കേഷനിലാണോ ഒരു ഫയൽ കിടക്കുന്നത് അത് ഹാർഡ് ഡിസ്കിൽ നിന്നും ട്രാക്ക് ചെയ്തെടുക്കുക, ഒ എസിലുള്ള എല്ലാ ഇൻ്റർഫേസിനെയും ഹാർഡ് ഡിസ്കിലെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയി കണക്ട് ചെയ്യുക. ഇനി ഈ പറയുന്ന ഫയൽ സിസ്റ്റം യൂസറിൻ്റെ വ്യൂവിൽ എങ്ങനെയാണ്? ഒരു ഫയലിനെ ഡിഫൈൻ ചെയ്യുക, അതിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് കാണും, നെയിം, സൈസ്, അതിൻ്റെ ലെങ്ത്, ഇതൊക്കെയാണ് ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓണേഴ്സ്, പിന്നെ ഓരോ ഫയലിൻ്റെയും ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അലോ ചെയ്യുക, ഓരോ ഫയലിനും ഡയറക്ടറി സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്യുക. ഇതൊക്കെയാണ് യൂസറിൻ്റെ വ്യൂവിൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നല്ല ഡേറ്റ സ്ട്രക്ചേഴ്സും അൽഗോരിതം യൂസ് ചെയ്ത് ലോജിക്കലായിട്ടുള്ള ഫയൽ സിസ്റ്റത്തിന് ഫിസിക്കലായിട്ടുള്ള ഫയൽ സിസ്റ്റത്തിലോട്ട് മാപ്പ് ചെയ്യുക, തിരിച്ച് ഫിസിക്കലായിട്ടുള്ള ഫയൽ സിസ്റ്റത്തിനെ ലോജിക്കലായിട്ടുള്ള ഫയൽ സിസ്റ്റത്തിലോട്ട് മാപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് നമുക്ക് പറയാം ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ എന്ന്. ഫസ്റ്റ് എന്താണ് ഫയൽ സിസ്റ്റം സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ ആപ്ലിക്കേഷൻ, ലോക്കൽ ഫയൽ സിസ്റ്റം, അതുപോലെ ഫയൽ ഓർഗനൈസേഷൻ മോഡ്യൂള്, അതിൽ നിന്നും ഫിസിക്കൽ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ബേസിക് ഫയൽ സിസ്റ്റം, പിന്നെ അതിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ, പിന്നെ ഡിവൈസ്. ഈ ഒരു ഫ്ലോയ്ക്കാണ് ഓരോ ഫയൽ ആക്സസ് ചെയ്യുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ലെയേർഡ് ഫയൽ സിസ്റ്റം എന്ന് പറയാം. ഒരു ആപ്ലിക്കേഷൻ വഴി ഫയൽ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നത് വരെ ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ലെയറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫയലിന് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഒരു വേർഡ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന ഫയൽസ് .doc ഫയൽസ് ആയിരിക്കും. ആ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഇൻറ്റേർണലി അതിന് കുറച്ച് കമാൻഡ്സ് കാണും, നമ്മൾ അറിയുന്നില്ല. ആ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ആ ഫയലിനെ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും സേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തത് ലോജിക്കൽ ഫയൽ സിസ്റ്റം പറയുന്നത് ഒരു ഡയറക്ടറി സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഫയൽ ഓർഗനൈസേഷൻ നടക്കുന്നത്. അതിൻ്റെ മോഡ്യൂൾ ഇൻഫർമേഷൻ, അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനോട് കൂടിയാണ് ഡയറക്ടറി സ്ട്രക്ചറിൽ ഈ ഒരു ഫയലിനെ കാണുന്നത്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ മീൻസ് ഫയൽ നെയിം, ഓതർ നെയിം, ഡേറ്റ്, ടൈം, സൈസ്, ഇതെല്ലാം ഫയലിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. അതിന് നമ്മൾ ഫയൽ ആട്രിബ്യൂട്ട്സ് എന്നും പറയും. മൂന്നാമത്തെ ലെയറിൽ പറയുന്നത് ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂളാണ്. ഇതിൽ ചെയ്യുന്നത് ലോജിക്കൽ ഫയൽ ബ്ലോക്സിനെയും ഫിസിക്കൽ ഫയൽ ബ്ലോക്സിനെയും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ കാണുന്നത് ഒരു ഫയലിൻ്റെ ലോജിക്കൽ പാർട്ടാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫിസിക്കൽ പാർട്ട് ഹാർഡ് ഡിസ്കിലുണ്ടായിരിക്കും. ആ ഫിസിക്കൽ പാർട്ടിൽ നിന്നും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി നമ്മുടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലോട്ട് ലോജിക്കലായിട്ടാണ് ഇതിനെ മാപ്പ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഫയൽ ഓർഗനൈസേഷൻ മോഡ്യൂളാണ്. ഫിസിക്കൽ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ബേസിക് ഫയൽ സിസ്റ്റം ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കമാൻഡ്സ് ഇഷ്യൂ ചെയ്ത് ഫയൽ ഡ്രൈവേഴ്സ് വഴി റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ഫിസിക്കൽ ആയിട്ടുള്ള ബ്ലോക്സിലുള്ള ഫിസിക്കൽ ഡേറ്റാസിന് റീഡ് ചെയ്യുകയാണ് ഈ പറയുന്ന ഡിവൈസ് ഡ്രൈവേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ. ഡിവൈസ് ഡ്രൈവേഴ്സിനെ അതുപോലെ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലേഴ്സുമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളിൽ ചെയ്യുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിവൈസസ്. ആക്ച്വൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഡിവൈസാണ്. ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണ്.
ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫയലിനെ കാണുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. മീൻസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പം ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി ലോജിക്കൽ ഫയൽ സിസ്റ്റം ചെയ്യുന്നത് ഒരു ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുക, മെറ്റാഡേറ്റ, ആ ഫയലിൻ്റെ പ്രൊട്ടക്ഷൻ, ഒരു ഫയൽ നെയിമിനെ ആ ഫയൽ നമ്പറിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിനെ ഹാൻഡിൽ ചെയ്യുക, ലൊക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ കൺട്രോൾ ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യുക, മീൻസ് ഐനോഡ് ബ്ലോക്കൊക്കെ അലോക്കേറ്റ് ചെയ്യുകയാണ് ലോജിക്കൽ ഫയൽ സിസ്റ്റം ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഡയറക്ടറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഫയലിനെ ഓർഗനൈസ് ചെയ്യുക. മൂന്നാമത്തത് ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂൾ ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സിലോട്ടും കൺവേർഷൻ നടക്കുന്നത് ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂളാണ്. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലോജിക്കൽ അഡ്രസ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർഡ് ഡിസ്കിലുള്ള ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ബ്ലോക്കാണ്. അപ്പം ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലോട്ടുള്ള കൺവേർഷനൊക്കെ ചെയ്യുന്നത് ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂളാണ്. അതുപോലെ ഫ്രീ സ്പേസ് മാനേജ് ചെയ്യുക, ഡിസ്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂളാണ്. മൂന്നാമത്തത് ഫിസിക്കൽ ഫയൽ സിസ്റ്റം ഓർ ബേസിക് ഫയൽ സിസ്റ്റം. ഇത് എന്താ ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ഗിവൺ കമാൻഡ് ടു ഡിവൈസ് ഡ്രൈവേഴ്സിലോട്ട് കമാൻഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ബേസിക് ഫയൽ സിസ്റ്റം ചെയ്യുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത് ബഫർ മാനേജ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ഡേറ്റ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് ആ ഡേറ്റ ആവശ്യമുള്ള സ്ഥലത്തോട്ട് എത്തിക്കുക. ക്യാഷ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റാസ് ക്യാഷിൽ സ്റ്റോർ ചെയ്യുക, സ്പേസ് അലോക്കേറ്റ് ചെയ്യുക, സ്പേസ് ഫ്രീ ചെയ്യുക, റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളാണ്. അതുപോലെ ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ കമാൻഡ് ടു ലോ ലെവൽ ഹാർഡ്വെയർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ആക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ആണ്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് പറയാം ഫയൽ സിസ്റ്റം സ്ട്രക്ചർ എന്നുള്ളത്. ഫയൽ സിസ്റ്റം സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിഗർ കഴിച്ച് ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇപ്പോഴും നിലവിൽ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മേ ബി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റംസ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റംസ് പഴയ കാലങ്ങളിൽ ഫാറ്റ് ആയിരുന്നു, പിന്നെ FAT32 ആണ്, പിന്നെ NTFS ആണ്. ലിനക്സിലാണെന്നുണ്ടെങ്കിൽ ext2, ext3, ext4 എക്സെട്ര ആയിട്ടുള്ള ഫയൽ സിസ്റ്റംസ് ആണ് ലിനക്സിൽ യൂസ് ചെയ്യുന്നത്. യുണിക്സിലാണെന്നുണ്ടെങ്കിൽ UFS, FFS, അതുപോലെ CD റോമിലാണെന്നുണ്ടെങ്കിൽ ISO 9660 ഫയൽ സിസ്റ്റംസ് ഒക്കെയാണ് നമ്മുടെ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ച് വർക്ക് ചെയ്യുന്ന ഓരോ ഡിവൈസസിലും യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് നോക്കാം. ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഒരു ഫയലിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി അത് കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സിസ്റ്റം കോൾസ് ആണ് ഓപ്പൺ, ക്ലോസ്, റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് പോലുള്ള സിസ്റ്റം കോൾസ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വഴി ആ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അവിടെ എക്സിക്യൂട്ട് ആവുന്നത് ഓപ്പൺ എന്ന് പറയുന്ന സിസ്റ്റം കോളാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിന് ഒരു അഡ്രസ്സ് കാണും, ലോജിക്കൽ അഡ്രസ്സ് ആയിരിക്കും. ആ ലോജിക്കൽ അഡ്രസ്സിൽ നിന്നും കറസ്പോണ്ടിങ് ഡിസ്കിൽ പോയി ഡിസ്കിൽ ഏത് സെക്ടറിൽ ഏത് ബ്ലോക്കിൽ കിടക്കുന്നു എന്നുള്ള ഫിസിക്കൽ അഡ്രസ്സ് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് മെമ്മറി എന്ത് ചെയ്യും, പിന്നെ ആ ഫയലിനെ ആക്സസ് ചെയ്യുന്നത് മെയിൻ മെമ്മറി വെച്ചിട്ടാണ്. മെയിൻ മെമ്മറി വെച്ച് ആക്സസ് ചെയ്ത് മാറ്റങ്ങൾ വന്ന ഫയലിനെ ലാസ്റ്റ് റൈറ്റ്, എന്തെങ്കിലും ഫയൽ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് സിസ്റ്റം കോൾസ്, അതുപോലെ റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് സിസ്റ്റം കോൾസ് എല്ലാം മെമ്മറി വെച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് ഫയൽ ബ്ലോക്ക് വഴി ഡേറ്റ ആക്സസ് ചെയ്യാണ് ചെയ്യുക. ലാസ്റ്റ് അത് ചെയ്തതിന് ശേഷം ക്ലോസ് സിസ്റ്റം കോൾ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മെമ്മറിയിൽ നിന്നും അത് റിമൂവ് ചെയ്ത് ആ ഫയലിനെ പഴയ ബ്ലോക്കിലോട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത കണ്ടൻറ്റോട് കൂടിയാണ് റീപ്ലേസേഷൻ നടക്കുന്നത്. ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ സിസ്റ്റം അല്ലെങ്കിൽ ഇൻ മെമ്മറി സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓൺ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ സിസ്റ്റം കണ്ടെയ്ൻ ഇൻഫർമേഷൻ എബൌട്ട്
how to boot an operating system stored there, total number of blocks, number and location of free blocks, and directory structure and individual files. ഇത്രയും ഇൻഫർമേഷനാണ് ഓൺ ഡിസ്കിലുണ്ടാവുക. ഓൺ ഡിസ്കിലുള്ള ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടീഷനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഓളിയമായിട്ടാണ്. ആ ഓളിയത്തിനുണ്ടാവുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് ബൂട്ട് ബ്ലോക്ക് ഉണ്ടാവും, സൂപ്പർ ബ്ലോക്ക് ഉണ്ടാവും, ഐനോഡ് ബ്ലോക്ക് ഉണ്ടാവും, ഡേറ്റ ബ്ലോക്ക് ഉണ്ടാവും. ബൂട്ട് ബ്ലോക്കിൽ എന്താ കണ്ടെയ്ൻ ചെയ്യുന്നിരിക്കുന്നത്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോഡ് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ കോഡിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ ഏരിയയാണ് ബൂട്ട് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം മെമ്മറിയിൽ ലോഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡായിരിക്കും. അത് എടുക്കുന്നത് ബൂട്ട് ബ്ലോക്കിൽ നിന്നായിരിക്കും. രണ്ടാമത്തെ ഓളിയം കൺട്രോൾ ബ്ലോക്ക് അല്ലെങ്കിൽ സൂപ്പർ ബ്ലോക്ക്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ്, നമ്പർ ഓഫ് ഫ്രീ ബ്ലോക്ക്സ്, ബ്ലോക്ക് സൈസ്, ഫ്രീ ബ്ലോക്ക്, പോയിൻ്റർ ഓഫ് അറേ, ഇതൊക്കെയാണ് ഓളിയം കൺട്രോൾ ബ്ലോക്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. മൂന്നാമത്തെന്ന് പറയുന്നത് ഡയറക്ടറി സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഐനോഡ് ബ്ലോക്ക്. ഫയൽ ഇൻഫോർമേഷൻസിനെയാണ് ഇതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഫയൽ നെയിം, ഫയലിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഐനോഡ് നമ്പർ. നാലാമത്തെന്ന് പറയുന്നത് ഫയൽ കൺട്രോൾ ബ്ലോക്ക് FCB. അതിലാണ് ഡേറ്റ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഉള്ള നമ്മുടെ ഫയൽ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫയൽ കൺട്രോൾ ബ്ലോക്കിലാണ്. ഐനോഡ് നമ്പർ, പെർമിഷൻസ്, സൈസ്, ഡേറ്റ, ഈ പറയുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഫയൽ കൺട്രോൾ ബ്ലോക്കിലാണ്. ഫയൽ കൺട്രോൾ ബ്ലോക്കിൻ്റെ ബാക്കിയുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫയൽ പെർമിഷൻ ഉണ്ടാവും, ഫയൽ ഡേറ്റ, ഫയൽ ഓർഡർ, സൈസ്, ഫയൽ ബ്ലോക്ക് ഓർ പോയിൻ്റർ ടു ദ ഫയൽ, ഇതൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക.